Amen. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട്. എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ആരാധന യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വാക്യങ്ങൾ ആരെങ്കിലും ഓർമ്മയുണ്ടോ? എന്ത് സാഹചര്യമാണ് നമ്മൾ ചിന്തിച്ചെന്ന് ഓർമ്മയുണ്ടോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. പൊന്നമ്മ സഹോദരി കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ വെറുതെ ഓണാക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ വചനം കേൾക്കണം. ആ വചനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്. ചിലരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഓണാക്കി വെച്ചേക്കും. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ഒന്നും കിട്ടാൻ പോണില്ല. നമ്മൾ കേട്ട് ആ വചനത്തോട് നാം പ്രതികരിക്കണം. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പോകാം. എന്തായിരുന്നു നമ്മൾ കേട്ട വാക്യം? എന്തായിരുന്നു? ഓർമ്മയുണ്ടായിരുന്നോ? വാക്യമല്ല, സാഹചര്യം എന്നാന്ന് ഓർമ്മയുണ്ടായിരുന്നോ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ട് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണും. അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ കേട്ട് പഠിച്ച കുറേ കർത്താവിനെ പറ്റി നമ്മൾ കേട്ട കുറേ എക്സ്പീരിയൻസുകളുണ്ട്. നമ്മളോട് പറഞ്ഞു തന്നതും യഥാർത്ഥത്തിൽ ദൈവത്തെപ്പറ്റിയുള്ള ആ അറിവ് നമ്മളിൽ ഉണ്ടാകണം. പിശാചും ദൈവത്തെപ്പറ്റിയുള്ള അറിവ് നമുക്ക് തരാൻ വേണ്ടി നോക്കുന്നയാളാണ്. ഓർത്തോണം, പിശാചു നമുക്ക് ദൈവത്തെപ്പറ്റിയുള്ള അറിവ് തരും. പക്ഷെ അവൻ തരുന്ന അറിവിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെയൊക്കെയും ലിമിറ്റുള്ള ഒരു ദൈവത്തെ അവൻ പ്രസൻറ്റ് ചെയ്യും. പരിമിതികളുള്ള ദൈവത്തെയാണ് എപ്പോഴും പിശാചു പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ വിശ്വസിപ്പിക്കുവാൻ നോക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള തെറ്റായുള്ള ഒരു അറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. ഇന്നലെ നമ്മൾ കേട്ടു എന്താണ് കർത്താവിൻ്റെ പ്രവൃത്തിയെന്നും ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയെ വിടുവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ഇന്നും നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവിൻ്റെ ഒരു സ്വഭാവം. കർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? കർത്താവ് എങ്ങനെയാണ് ഒരു വ്യക്തിയോട് ഇടപെടുന്നത്? എന്താണ് കർത്താവിൻ്റെ ഒരു രീതി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രമാണമായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം കേട്ടു പോകുന്നു. എഫേസ്യ ലേഖനമായിരുന്നു നമ്മൾ നിന്നത്. പക്ഷേ അവിടെ നിന്നും കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം കേട്ടതാണെങ്കിൽ ആ വചനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടതും പുതുതായിട്ട് നമ്മൾ വായിച്ചു പോയെങ്കിലും ആ വചനങ്ങൾ ചിലപ്പോൾ നമുക്ക് മിസ്സായി. എന്നാൽ വീണ്ടും കർത്താവ് അത് വീണ്ടും ഹൃദയത്തിൻ്റെ അകത്ത് വീണ്ടും സംസാരിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുവാണ്. നമ്മുടെ ഉള്ളിൽ കർത്താവ് ഈ വചനം തരുന്നത് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിൽ സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. ഇവിടെ വചനം പറയുകയാണ്, റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഈ വചനം 13-ാം വാക്യം മുതൽ ഇങ്ങനെ പറഞ്ഞത്, പകൽ സമയത്തെന്ന പോലെ നാം മര്യാദ നടക്കുക, വെറുക്കൂത്തിലും മദ്യപാനത്തിലും ശയനമോക്കളിലും ദുഷ്കാമങ്ങളിലും അല്ല, പിണക്കത്തിലും അസൂയല്ല എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ജഡത്തിൽ ചിന്തിക്കരുത്. ഞാൻ ഈ ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ വല്ലാതെ എന്നെ സ്പർശിച്ചു. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ എണീറ്റപ്പം ബൈബിൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വചനം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ഈ വചനം ഇങ്ങനെ റോമാലേഖനത്തിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വചനം അറിയാം, പക്ഷേ എവിടെയാണെന്നുള്ളത് പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഉച്ചയായപ്പോഴാണ് എനിക്ക് വാക്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. വചനം പറയുന്നത് ജഡത്തിൽ ചിന്തിക്കരുത്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ജഡത്തിൽ ചിന്തിക്കരുതെന്ന് പറ. ജഡത്തിൽ ചിന്തിക്കരുത്. ബൈബിളിൽ നമുക്ക് കുറേ ഇടങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു വാക്കാണ് ജഡത്തിൽ ചിന്തിക്കരുത്. ഒത്തിരി ഇടങ്ങളിൽ കാണാൻ പറ്റും. റോമാലേഖനത്തിൽ പിന്നെയും പറയുന്നു, ആത്മാവിൻ്റെ ചിന്ത, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും. ഇപ്പം ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് അല്ലേ, ഒരു ജഡം മരിച്ച ശേഷം നമ്മൾ പറയുന്നത് ഒരു ജഡം അവിടെ കിടപ്പുണ്ട്. അപ്പം ശരീരത്തെയാണ് ലോകപ്രകാരം നമ്മൾ ജഡം എന്ന് പറയുന്നത്. എന്നാൽ ബൈബിൾ ഈ ജഡം എന്ന് പറയുന്നത് ശരീരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ അഥവാ ദേഹീനെയൊക്കെയാണ് ജഡം എന്ന് ഉദ്ദേശിക്കുന്നത്. ചിന്തിക്കുന്ന സ്ഥലം. നമ്മൾ പലപ്പോഴും ഒത്തിരി ചിന്തിക്കുന്നവരല്ലേ, നമ്മൾ ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്നവരാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മാനുഷികമായി, ഈ ജഡീകമായുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ മാനുഷികമായ ചിന്തകൾ. ബൈബിൾ പറയാണ് മാനുഷികമായി ചിന്തിക്കരുത്. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാനുഷികമായിട്ട് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനവും മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. എന്തുകൊണ്ടാണ് ഈ നിരീശ്വരവാദികളായ വ്യക്തികൾ ബൈബിൾ എടുത്തു വെച്ചുകൊണ്ട്
ബൈബിൾ അവരെല്ലാം കാണാപ്പാഠം പഠിച്ചവരാണ്. ബൈബിൾ മൊത്തം അവർക്ക് കാണാപ്പാഠം, ചുമ്മാ ഒന്നും വന്ന് തർക്കിക്കുന്നൊന്നുമല്ല, വെറുതെ വന്നവർ സംസാരിക്കുന്നതല്ല. അവർക്ക് ബൈബിൾ നല്ലപോലെ ചിലപ്പോൾ വായിച്ച് കാണാപ്പാഠം പഠിച്ച് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് വചനം അറിയാം. പിശാചിനും വചനം നല്ലപോലെ അറിയാം, അല്ലേ? അപ്പം വചനം അവർ മൊത്തവും വായിക്കിയതിന് ശേഷം അവർ പറയുകയാണ് എന്തൊക്കെ പോഷത്തരങ്ങളാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കാര്യം അവർ നോക്കുന്ന സ്ഥലത്തൊക്കെയും ബുദ്ധിയുമായി കണക്ട് ചെയ്യുന്നത്, അതായത് അവരുടെ ഭാഷയിൽ പറഞ്ഞ ലോജിക്ക്, അവരുടെ ഒരു രീതിയിൽ പറഞ്ഞ ലോജിക്കുമായിട്ട് അത് ചേരുന്നില്ല. അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തിരിക്കുന്ന, ബുദ്ധി ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ്റെ ചിന്തകൾക്കും അവൻ ആർജിച്ചെടുത്ത അറിവിനുമായിട്ട് വചനം ചേരുന്നില്ല. അതുകൊണ്ട് ഇത് വായിക്കുന്ന മാനുഷികമായി ചിന്തിക്കുന്ന, ബൈബിളിനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് പോഷത്വമായിട്ട് തോന്നും. അത് ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു, അത് പോഷത്വമായിട്ട് അവന് തോന്നും. നാം എന്ത് ചെയ്യണം? ആത്മാവിൽ ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം തൻ്റെ വചനം എഴുതിയിട്ടുള്ളത് പരിശുദ്ധ ആത്മാവിലൂടെയാണ്. പരിശുദ്ധ ആത്മാവിലൂടെ എഴുതപ്പെട്ട വചനം പരിശുദ്ധ ആത്മാവിൽ ആശ്രയിച്ചു വേണം നമ്മൾ വായിക്കുവാനും, പരിശുദ്ധ ആത്മാവിൽ ആശ്രയിച്ചു വേണം നമ്മൾ ആമേൻ പറഞ്ഞ വചനം എടുക്കാൻ. നമുക്ക് ഒന്ന് രണ്ട് വചനത്തിലൂടെ കർത്താവിൻ്റെ ഈ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെഡിയാക്കേണ്ട, നമുക്കൊരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് എക്യുപ്പ് ചെയ്തെടുക്കുവാൻ, നമ്മളെ തന്നെ നമുക്കൊന്ന് എന്താ പറയുന്നത്, ഉയർത്തിയെടുക്കുവാൻ പറ്റുന്ന ചില കാര്യങ്ങളെ കർത്താവ് സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു തരാം. ഉൽപ്പത്തി പുസ്തകം പരിചിതമായ വാക്യമാണ്, പലതവണ നമ്മൾ എടുക്കുന്ന വാക്യമാണെങ്കിലും ഒന്നുകൂടെ ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് എടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവ അരുളിപ്പാടുണ്ടായിരുന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. അതിന് അബ്രഹാം, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? ശ്രദ്ധിച്ചോണം, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമേശുകാരനായ എലയാസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകും എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ തൻ്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളിപ്പാടുണ്ടായി. ഇപ്പം ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് വലിയൊരു പുതുമ തോന്നത്തില്ല. ആദ്യമായിട്ടൊരു ബൈബിൾ വായിക്കുക ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ വചനം വായിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഒരബ്രഹാമിനോട് ഭാര്യയുള്ള, വിവാഹം കഴിച്ച, ഭാര്യയുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ പോകുന്ന ഏതോ ഒരു അബ്രഹാമിനോട് ദൈവം പറയുന്നു ഒരു മകനെ തരും. അതിനെന്താ ഇത്ര പുതുമയിരിക്കുന്നത്? അദ്ദേഹം പരാതി പറഞ്ഞു, കർത്താവ്, എനിക്ക് മക്കളില്ല. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് മക്കളെ തരും. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് മക്കളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ദാസൻ എലയാസർ അവൻ എൻ്റെ അവകാശിയാകുമെന്നാണ് ഞാനിപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു കോൺവെർസേഷൻ പോലെ തോന്നും. പക്ഷേ ഈ കോൺവെർസേഷൻ്റെ അകത്ത് ശ്രദ്ധിച്ചോണം, ഇവിടെ വെറുതെ പറയുകയല്ല, ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 18-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, 18-ാം വാക്യത്തിൻ്റെ അകത്ത് അബ്രഹാമിനെ പറ്റി പറയുകയാണ്. 18-ാം വാക്യം: ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യയായ സാറായ്ക്കൊരു മകനുണ്ടാകും എന്നവൻ പറഞ്ഞു. സാറ കൂടാരവാതുക്കൽ അവൻ്റെ അടുക്കൽ പിൻവശത്ത് നിന്ന് കേട്ടു. എന്നാൽ അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയി. ബൈബിൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങളൊക്കെയും ബൈബിൾ സ്പഷ്ടമായിട്ട് എഴുതേണ്ട കാര്യം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ചിലപ്പം കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷേ ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്ന്, അവർ വയസ്സ് ചെന്നവരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ അതെന്താണെന്നുള്ളത്. ആകയാൽ സാറയ്ക്കുള്ള ചിരി വന്നു, വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ? എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധനായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ പറയുന്ന സമയത്ത് ഒരു സാധാരണ അബ്രഹാമിനോടും ഒരു സാധാരണ ഭാര്യയായ സാറയോടും പറയുമല്ല, അവരെപ്പറ്റി അവർ തന്നെ പറയുന്ന വാക്കാണ്. എന്തൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ, 1, വയസ്സായി, 2, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി, 3, അവർക്ക് സുഖഭോഗങ്ങൾ ഇനി ഉണ്ടോ എന്ന് പോലും സംശയമാണ്, എൻ്റെ ഭർത്താവ് വൃദ്ധനായി തീർന്നു. അവർ തന്നെ പറഞ്ഞു, ഇനി അവർ ചോദിക്കിങ്ങനെയാണ്, അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ, റിയലായിട്ടും എന്ന് പറഞ്ഞ് സാറ ചിരിച്ചു. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം ബുദ്ധിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് ചിരി വരും. നിരക്ഷരവാദിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ.
അവിടെ തർക്കിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല, തർക്കിക്കാൻ പോകരുത്. ഒരു നിരീശ്വരവാദിയോടും വചനം വെച്ച് തർക്കിക്കാൻ പോകരുത്. കാര്യം അവൻ ബുദ്ധിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ സംസാരിക്കും. ഒരിക്കലും ചേരത്തില്ല. അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം തന്നെയാണ്, അവൻ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെ സാറായും പറയുന്നത്. ഇത് കേട്ടണം, വൃദ്ധയായ ഞാൻ പ്രസവിക്കുവോ, എൻ്റെ ഭർത്താവ് വയസ്സായി ചെന്നിരിക്കുന്നു. ഇതൊരു ലോജിക്ക് കിട്ടുന്നില്ല. എത്ര ചിന്തിച്ചിട്ടും ലോജിക്ക് വരുന്നില്ല. നമ്മൾ പറയത്തില്ല, തല പുകഞ്ഞാലോചിച്ചിട്ടും കുത്തിയിരുന്ന് ആലോചിച്ചിട്ടും ഒന്നും പിടികിട്ടുന്നില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ശ്രദ്ധിച്ചോണം, ഇതാണ് അവരുടെ അവസ്ഥ. അവരെത്ര ആലോചിച്ചിട്ടും എത്ര ചിന്തിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ലോജിക്കുമായിട്ട് വചനം കണക്റ്റ് ആകുന്നില്ല. 15-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ട്, എന്നിട്ട് ശ്രദ്ധിച്ചോണം, പിന്നെ അവൻ അബ്രഹാമിനെ പുറത്തു കൊണ്ട് ചെന്നിട്ട്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആരോടായി പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പ്രായമായ, ഗർഭപാത്രം നിർജീവമായി പോയ, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയ, ഇനി ഒരു മകൻ ഉണ്ടാകത്തില്ലെന്ന് മനസ്സിൽ ഉറച്ചിരിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ പറ്റുമോ? എണ്ണുവാൻ പറ്റുമോ? ഇല്ല. കാര്യം എണ്ണി തീരാൻ പറ്റത്തില്ല. അതുപോലെ നിനക്ക് ഇത് ഇസ്രായേലിനെ പറ്റി അല്ല പറഞ്ഞേക്കുന്നത്, നമ്മളെയും എല്ലാ മനുഷ്യരെയും പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ നമ്മൾ ഓർക്കുന്നത് ഇസ്രായേൽ മക്കളെ കുറിച്ച് മാത്രമല്ല. ബൈബിൾ പറയുന്നു, അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും ക്രിസ്തു യേശുവിൽ ജാതികളായ നമ്മുടെ മേൽ വന്നിരിക്കുന്ന പറഞ്ഞത്. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ പറ്റി മാത്രമല്ല, നമ്മളെല്ലാവരെയും. അപ്പം ഇത്രയും വലിയൊരു സന്തതിയെ പുറത്തു കൊണ്ടുവരുവാൻ, യേശു ക്രിസ്തുവാകുന്ന വാഗ്ദത്ത തലമുറ വരെ പുറത്തു വരുവാൻ ദൈവം കണ്ട ആളാണ് അബ്രഹാം. ഈ അബ്രഹാമിനോട് ദൈവം പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ 6-ാമത്തെ വാക്യം അതൊന്ന് വായിക്കാൻ പറ്റുന്ന ആൾക്കാർ, ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർ 6-ാം വാക്യം ഒന്ന് വായിക്കാവോ? കാണാൻ പറ്റുന്നുണ്ട്? അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. ഇപ്പൊ ശ്രദ്ധിച്ചോണം, അവന്റെ ബുദ്ധിയിൽ വിശ്വസിച്ചില്ല. അബ്രഹാം തൻ്റെ ബുദ്ധിയിൽ വിശ്വസിച്ചില്ല. അബ്രഹാം തൻ്റെ ലോജിക്കിൽ വിശ്വസിച്ചില്ല. അബ്രഹാം നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാൻ പോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് തപ്പാൻ പോയില്ല. ഹിസ്റ്ററി എന്ത് പറയും നോക്കാൻ പോയില്ല. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. അപ്പോൾ ഒരു വിശ്വാസി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തലം എന്നാന്ന് വെച്ചാൽ, ബുദ്ധിക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ അല്ല കേട്ടോ, നമ്മുടെ മനസ്സിനാണ് ഞാൻ ഈ പറയുന്നത്. ചിന്തകൾ വരുന്ന മനസ്സിനാണ്. ഇതെപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളോട് 24 മണിക്കൂറും സംസാരിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചിന്തകൾക്ക്. നമ്മളെ രോഗിയാക്കാനും, രോഗചിന്തകൾ, പരാജയ ചിന്തകൾ, നിരാശ ചിന്തകൾ, എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്ന ആകുല ചിന്തകൾ, ലോകത്തിൽ അവർക്ക് സംഭവിച്ചില്ലേ, ലോകത്തിൽ അങ്ങനെ സംഭവിച്ചില്ലേ, ഇവിടെ അങ്ങനെ സംഭവിച്ചില്ലേ എന്നും പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും തളർത്തുവാനും ഉയർത്തുവാനും ഒക്കെ നമ്മുടെ മനസ്സിന് കഴിയും. അതായത് ബുദ്ധി എന്ന് നമ്മളെപ്പോഴും പറയും അല്ലേ. പക്ഷേ അബ്രഹാം കുറേ നേരം ചിന്തിച്ചിട്ട് ഉടനെ അടുത്ത വാക്യം പറഞ്ഞു, അവൻ യഹോവയിൽ വിശ്വസിച്ചു. ശ്രദ്ധിച്ചോണം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം, അബ്രഹാം ആദ്യം പറയുന്നു, എൻ്റെ ദാസനായ എലയാസർ എൻ്റെ അവകാശിയാകും. ബുദ്ധി പറഞ്ഞു, നമ്മൾ ആദ്യം കേട്ടതുപോലെ ഗർഭപാത്രം നിർജീവമായിപ്പോൾ നമുക്കറിയാം കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം ഇത് ലോജിക്കുമായിട്ട് അബ്രഹാം താരതമ്യം ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ ദാസൻ എൻ്റെ സ്വത്ത് മൊത്തം ഞാൻ കൊടുക്കാൻ പോവുക, തീരുമാനിച്ചു വെച്ചേക്കുക. പക്ഷെ ലോജിക്കിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്നപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ മാനുഷിക ചിന്തയിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന് ആത്മാവിൻ്റെ ചിന്തയിൽ, അതായത് ദൈവം ആത്മാവാകുന്നു, എപ്പോഴും ഓർത്തോണം, ദൈവം ആത്മാവാകുന്നു, ദൈവത്തിൻ്റെ ചിന്തയിലോട്ട് കണക്ട് ചെയ്തപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുവരെ അബ്രഹാം വിശ്വസിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഭാര്യയുടെ നിർജീവമായി പോയ, ഒരിക്കലും ഇനി കുഞ്ഞുണ്ടാകത്തില്ലെന്ന് ഉറപ്പ് തരുന്ന തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്ന അബ്രഹാം ഇപ്പം ദൈവത്തിൽ വിശ്വസിച്ചു. ഇനി ശ്രദ്ധിച്ചോണം, ദൈവത്തിൽ വിശ്വസിച്ച ഉടനെ അവർക്ക് തലമുറ കിട്ടിയില്ല. അടുത്ത 16-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചോണം. 16-ാം വാക്യം വായിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി ഒരു മകളെ പ്രസവിച്ചിരുന്നില്ല. ശ്രദ്ധിച്ചോണം. എന്നാൽ അവൾക്ക് ഹാഗർ എന്നൊരു പേരുള്ള മിസ്രൈമ്യൻ ദാസി ഉണ്ടായിരുന്നു. ഇനി ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണം, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിപ്പാതിരിപ്പാൻ തക്കവണ്ണം യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ പോയി ചെന്നാൽ അവളാൽ എനിക്കൊരു മകൾ ലഭിക്കും എന്ന് പറഞ്ഞു. അബ്രഹാം സാറയ്ക്ക്
സാറയുടെ വാക്ക് അനുസരിച്ചു. നിങ്ങൾ ഈ വാക്യം ഒന്ന് എൻ്റെ കൂടെ വായിക്കാൻ പറ്റുമോ? കാണാൻ പറ്റുന്നവർക്കൊന്ന് വായിക്കാൻ പറ്റുമോ? അബ്രഹാം അബ്രഹാം സാറയുടെ വാക്കനുസരിച്ചു. സാറായുടെ വാക്കനുസരിച്ചു. ശ്രദ്ധിച്ചോണം, ഇവിടെയാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ മാനുഷിക വാക്കുകളെ നിങ്ങൾ അനുസരിക്കരുത്. ശ്രദ്ധിച്ചോണം, ദൈവം പറഞ്ഞത് എന്തോ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവം എന്നാ പറഞ്ഞത്? നിന്റെ ഭാര്യയായ സാറായി നിനക്ക് എന്ത് ചെയ്യും? ഒരു മകനെ തരും. നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടോ? കേൾക്കുന്നത് ബോറായി തോന്നുന്നുണ്ടോ? മുന്നോട്ട് പോകാൻ ഇല്ല. ആഗ്രഹമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, ഇവിടെ മുന്നോട്ട് പോടാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്. വ്യക്തിപരമായി എനിക്കൊരു അനുഗ്രഹമാണ്, നിങ്ങൾക്കും അനുഗ്രഹമായി തീരും. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ കർത്താവ് പറയുകയാണ്, ഈ നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അബ്രഹാം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ മക്കളില്ലാത്തവനാ നടക്കുന്നു, എലയാസർ എൻ്റെ അവകാശിയായി ഇപ്പോൾ നിനക്ക് സന്തതി തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ദൈവം അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്നും പുറപ്പെടുന്നവൻ്റെ നിന്റെ സന്തതിയാകും എന്ന് അവൻ യഹോവയുടെ അരുളിപ്പാടുണ്ടായി. അതിനർത്ഥം നിന്റെ ഭാര്യ തന്നെ ഒരു മകനെ പ്രസവിക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് കുറേ കഴിഞ്ഞപ്പം പ്രാർത്ഥിച്ച് തലമുറ കിട്ടാതെ വരുമ്പം സാറായുടെ മനസ്സ് പയ്യെ പറഞ്ഞു, യഹോവ നിന്റെ ഗർഭം അടച്ചിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? നാട്ടിലുള്ള എല്ലാവർക്കും കൊച്ചുണ്ടായി. ചേച്ചിയുടെ മോന്, ചേട്ടൻ്റെ മോന്, അനിയത്തിയുടെ മോന്, വേലക്കാരുടെ മക്കൾക്ക്, നാട്ടുകാരുടെ മക്കൾക്ക്, അയൽപക്കത്തിൽ എല്ലാവർക്കും കുഞ്ഞുണ്ടായി. നിനക്ക് കുഞ്ഞുണ്ടാകുന്നില്ല. പയ്യെ ലോജിക്ക് പൊങ്ങി വരാൻ തുടങ്ങി. അതായത് ബുദ്ധിയെ പിശാച് കവർന്നെടുത്തു. നമ്മുടെ മനസ്സിനോ എപ്പോഴും പിശാചിന് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ടിടും. സാറായുടെ മനസ്സിലോട്ട് ചിന്തയുണ്ടായി. കല്യാണ വീട്ടിൽ പോയാലും, മരണ വീട്ടിൽ പോയാലും, നാട്ടിൽ പോയാലും, വീട്ടിൽ പോയാലും എല്ലാവർക്കും കുഞ്ഞുണ്ടായി. ഉടനെ സാറായി ഒരു കൺക്ലൂഷനിലേക്ക് എത്തി, യഹോവ എൻ്റെ ഗർഭം അടച്ചു. ഓർത്തോണം, ഇത് അബ്രഹാമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. അബ്രഹാം ഇങ്ങനെ ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. 1, 2, 3, 4, 5, 6, 7. എല്ലാ ദിവസവും പുറത്തിറങ്ങി ആകാശത്തിൽ നക്ഷത്രത്തെ എണ്ണുന്നു. കടൽക്കരയിലെ മണൽത്തരയിൽ പോയി, കടലിൽ പോയി കാറ്റ് കൊള്ളാനിരിക്കുന്നു. അവിടെ ഇരുന്ന് മണലെടുത്തുകൊണ്ട് നോക്കുന്നു, ഇതുപോലെ ദൈവം എനിക്ക് സന്തതി തരും. തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം സാറായി പറയും, അച്ചായ ഒരു സംശയം, യഹോവ എൻ്റെ ഗർഭം അടച്ചോ എന്ന് ഓർത്തോണം. അബ്രഹാമും ദൈവം പറഞ്ഞ വാഗ്ദത്തം കാത്തിരിക്കുക. പക്ഷെ ഈ ചോദ്യം അബ്രഹാമിനെ നൊലച്ചു കാണും. അതുകൊണ്ടാണ് അബ്രഹാം വചനത്തിൽ പറയുന്നു, അബ്രഹാം സാറയുടെ വാക്ക് കേട്ടനുസരിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം പറയുന്നതിന് വിരോധമായതിനെ പിടിക്കാൻ പോകരുത്. ഓർത്തോണം, വചനപ്രകാരം നിങ്ങളൊരു അനുഗ്രഹത്തിൻ്റെ വചനം കേട്ടാൽ അത് നിങ്ങൾ പറഞ്ഞോണം. അതിന് വിരുദ്ധമായിട്ട് പറയുന്ന വാക്കുകൾ കേൾക്കരുത്. അത് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നന്മയിലേക്ക് കയറാൻ കഴിയാതെ നമ്മൾ സ്റ്റക്കായി പോകും. ഇവിടെ ശ്രദ്ധിച്ചോണം, 13-ാം വാക്യത്തിൽ അബ്രഹാം കനാന്റെ ദേശത്ത് പാർത്തു. 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈം ദാസിയായ ഹാഗാർ തൻ്റെ ഭർത്താവ് അബ്രഹാമിന് ഒരു ഭാര്യയായി കൊടുത്തു. അവൾ ഹാഗാറിനെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളെ കണ്ണിൽ നിന്ന്. ഇതൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോണില്ല. എന്നാൽ നിങ്ങളോട് ശ്രദ്ധിച്ചോണം, ദൈവം പറഞ്ഞത് നിനക്കൊരു മകനെ തരുമെന്ന. റോമാലേഖനം നമ്മൾ കേട്ടു, യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്. അതായത് ഹാഗർ രാവിലെ എണീക്കുന്ന സമയത്ത് വചനമൊക്കെ പറഞ്ഞ് ബലപ്പെട്ട് വരികയാണ്, യഹോവ എനിക്ക് മക്കളെ തരും, യഹോവ എനിക്ക് ഈ തലമുറയെ തരും എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ താൻ നോക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട്. അപ്പം തൻ്റെ ബുദ്ധിയെ പയ്യെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് നിനക്ക് കുഞ്ഞുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നിനക്കൊരു അനുഗ്രഹം ഉണ്ടാകുന്നില്ല? ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, ചിലപ്പം സാറായുടെ കൂടെ സാറായി പോയി ആരുടെങ്കിലും സങ്കടം പറയുമ്പം അവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കും, ചിലപ്പം നമുക്ക് എന്തെങ്കിലും കുഴപ്പമായിരിക്കാം, എന്തെങ്കിലും തടസ്സമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സാറായി പറഞ്ഞത്, യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നു. യഹോവ എൻ്റെ ഗർഭം അടച്ച്. പുള്ളിക്കാർ ഒരു തീരുമാനത്തിലെത്തി. അതുകൊണ്ട് പുള്ളിക്കാർ തന്നെ സാറായി തന്നെ പറഞ്ഞു, അബ്രഹാമെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എന്തായാലും ഇനി കുഞ്ഞുണ്ടാകാൻ പോണില്ല. ഓർത്തോണം, അവരൊരു കൺക്ലൂഷനിലേക്ക് എത്തി, ഇനി എന്തായാലും ഒരു കുഞ്ഞുണ്ടാകാൻ പോണില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, തൻ്റെ ദാസിയിൽ നിന്നും എനിക്കൊരു മകനെ തന്നാൽ മതി. അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ചിരുന്ന ആള് ഇപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ്റെ വാക്കിനെ അനുസരിക്കുന്നു, അതായത് വിശ്വസിക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ കേട്ടു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഇവിടെ ആ 16-ാം അധ്യായത്തിൽ പറയുന്നു അബ്രഹാം ഇപ്പോൾ ആരെ വിശ്വസിച്ചിരിക്കുകയാണ്? സാറയുടെ വാക്ക് അനുസരിക്കാൻ. അർത്ഥം എന്തുവാ? എൻ്റെ അർത്ഥം എന്തുവാ? സാറയെ വിശ്വസിക്കുന്നല്ല എൻ്റെ അർത്ഥം. സാറ പറയുന്നത് വിശ്വസിക്കുന്നു. ഇത് നമുക്കും ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളിയാണ്. കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു സംഭവം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മുടെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, നമ്മുടെ അകത്തൊരു ഭാരം ഉണ്ടാകും, നമ്മുടെ അകത്തൊരു ഭയം ഉണ്ടാകും. നമ്മളും പയ്യെ പറയാൻ തുടങ്ങും, ഇനി എന്നെ ദൈവം അനുഗ്രഹിക്കാൻ പോണില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ദൈവം വാക്ക് മാറുവോ ഇല്ലയോ? ദൈവം വാക്ക് മാറാത്തവനാണ്. വാക്ക് മാറാത്തവനാ. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകെട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സാറായിയുടെ വാക്ക് കേട്ടനുസരിച്ചു എന്ന് പറയുമ്പം ദൈവവചനത്തിന് വിരുദ്ധമായി പറയുന്ന വാക്കുകളെ, അതായത് ആ വാക്കുകളെ കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാം, അങ്ങനെയുള്ള വചനങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ നല്ല രസമായിരിക്കും. നമ്മളെ ചില കഷ്ടതകൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും, നീ ആ പ്രശ്നത്തിൽ നിന്ന് കരകയർത്തില്ലെങ്കിലും കർത്താവ് നിന്നെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ കേൾക്കേണ്ടത് ആ സാഹചര്യത്തിലും കർത്താവ് എന്നെ വിടുവിക്കുമെന്ന് വചനപ്രകാരം വിളിച്ചു പറയുന്ന സുവിശേഷങ്ങളെ നിങ്ങൾ കേട്ടെടുക്കാവുള്ളൂ. ആമേൻ. ഇവിടെ സാറായുടെ വാക്ക് വിശ്വസിച്ചു, അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു. അബ്രഹാം ആദ്യം ദൈവത്തിൽ വിശ്വസിച്ചു, ഇപ്പോൾ സാറയിൽ വിശ്വസിച്ചു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും നമുക്കറിയാം ഇസ്മായിൽ അവിടെ ഉണ്ടായി. ഇന്നലെ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇനി 18-ാം വാക്യം ശ്രദ്ധിച്ചോണം. 10 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വന്നു, അപ്പോൾ നിന്റെ ഭാര്യ, വീണ്ടും ദൈവം ഇടപെടുകയാണ് 18-ാം വാക്യത്തിൽ, തൻ്റെ ദൂതന്മാരെ അയച്ചു, ഒരു മകനുണ്ടാവും എന്നവൻ പറഞ്ഞു. സാറായി കൂടാരവാതിൽക്കൽ പിൻവശത്ത് കേട്ടു നിന്നു. അബ്രഹാമും സാറായും വയസ്സ് ചെന്ന് വൃദ്ധരായി തീർന്നു. നമ്മൾ വായിച്ചതുപോലെ സ്ത്രീകളുള്ള പതിവ് നിന്നുപോയി. ആകയാൽ സാറ ഉള്ളം കൊണ്ട് ചിരിച്ചു. വൃദ്ധനായ ശേഷം ഇത് സംഭവിക്കുമോ എന്ന് ചോദിച്ചു. ഇനി നിങ്ങൾ ഈ 13-ാം വാക്യത്തിൽ ശ്രദ്ധിച്ചോണം. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിച്ചോ. എന്തിന്? അതായത് അവർ ഉള്ളത്തിലാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ കേട്ട് ഹൃദയത്തിലാണ് പറഞ്ഞത്. ഇനി എന്നാ കൊച്ചുണ്ടാകാനാ? ഇനി എന്നാ അനുഗ്രഹം ഉണ്ടാകാനാ? ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ ഇനി ഒരു തലമുറ ഉണ്ടാകത്തില്ല. ഇത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവം ചോദിക്കുകയാണ്, സാറേ നീ എന്തിനാ ചിരിച്ചത്? അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചോണം. ഈ 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ നിന്റെ അടുക്കിലേക്ക് മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് അരുളി ചെയ്തു. ഇനി 15-ാം വാക്യമാണ്, സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അരുളി ചെയ്തു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, സാറ ഭയപ്പെട്ടു. അപ്പം ഇത്രയും നാളും സാറയുടെ മനസ്സിൻ്റെ അകത്തിരുന്നത് തനിക്കൊരു മകൻ ഉണ്ടാകുമെന്നല്ല, ഉണ്ടാകത്തില്ലെന്നാ. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ ദൈവം ഇടപെട്ട് പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെപ്പോഴും പറയുന്നൊരു വാക്യമല്ലേ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്കൊരു കർത്താവുണ്ട്. പക്ഷെ നമ്മളത് ബുദ്ധിയിൽ ചിന്തിച്ചാൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ, ഈ ആൻഡ്രോയിഡ് യുഗത്തിൽ, ഈ ഒരു നമ്മൾ പറഞ്ഞ സോഷ്യൽ മീഡിയ യുഗത്തിൽ ലോജിക്കുകൾ അന്വേഷിക്കുന്ന, എപ്പോഴും ജ്ഞാനത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ജനറേഷനിൽ വസിക്കുന്ന നമുക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നത് ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ആ കാലഘട്ടത്തിലും അവർക്കും സംഭവിച്ചത്. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ലോജിക്ക് അന്വേഷിക്കുക. അവർ പറഞ്ഞ ലോജിക്ക് നോക്കിക്കേ, വൃദ്ധനായി, ഗർഭമാത്രം അടഞ്ഞു, സ്ത്രീകളുള്ള പതിവ് നിന്നുപോയി, എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. അവർ ലോജിക്കുകളുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ലോജിക്ക് കണക്ട് ചെയ്യുക. എങ്ങനെ മാറാനാ, എങ്ങനെ ശരിയാകാനാ, എങ്ങനെ നേരെയാകാനാ. എപ്പോഴും ലോജിക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഉടനെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പറ, എൻ്റെ ദൈവം അത് ചെയ്യും. ഇനി ഒരു കാര്യം പറയാം, ഇവിടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന അബ്രഹാം സാറയുടെ വാക്ക് വിശ്വസിച്ചു. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുവാൻ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ട് നിങ്ങൾ വെട്ടുക. കൂട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അവരോട് കൂട്ടുകൂടരുതെന്നുള്ളതല്ല, അവർ പറയുന്നത് ശ്രദ്ധിക്കരുത്. ഇനി
എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനം നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചേർന്ന് നിൽക്കണം. ആമേൻ. അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, ഈ ഇങ്ങനെ ഉദാഹരണമായിട്ട് പറയട്ടോ, അയാൾ പറയുവാണ്, ഈ പ്രവചനങ്ങളൊക്കെ തട്ടിപ്പാണ്, രോഗശാന്തി വരെയൊക്കെ തട്ടിപ്പാണ്, ഇതൊക്കെ ചുമ്മാ ആളെ പറ്റിക്കാനുള്ള പരിപാടിയാണ്. അയാളുടെ ഒക്കെ പോയിട്ട് ഞാൻ എത്ര പറഞ്ഞാലും പുള്ളിക്ക് എന്ത് ചെയ്യത്തില്ല, വെറുതെ തർക്കിക്കാന്നല്ലാതെ പുള്ളിയായിട്ട് വെറുതെ കിടന്ന് ഇങ്ങനെ സംസാരിച്ച് വഷളാകാന്നല്ലാതെ പ്രയോജനമില്ല. പകരം ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറുക. എന്നിട്ട് പ്രവചനത്തെ വിശ്വസിക്കുന്ന, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കൊരു സുഹൃത്തോ കൂട്ടായ്മയോ ഉണ്ടെങ്കിൽ ആമേൻ പറയും. നിങ്ങളിപ്പോൾ പറയും, എൻ്റെ യേശു, ഞാൻ വലിയ പ്രതിസന്ധിയില്ല. അപ്പോൾ തിരിച്ച് അയാൾ പറയും, യേശു അത്ഭുതം ചെയ്യുമ്പോൾ ആമേൻ പറഞ്ഞ് ചേർന്ന് നിന്നോണം അങ്ങനെയുള്ള കൂട്ടത്തിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങളും അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചാൽ എന്നാ ഗുണമെന്നറിയാവോ? നിങ്ങൾ പറയുവാൻ തുടങ്ങും. നിങ്ങൾ പറഞ്ഞാൽ എന്നാ ഗുണമെന്നറിയാവോ? പറഞ്ഞാൽ അത് സൃഷ്ടിച്ചു വരുവാനിടയായിത്തീരും. എൻ്റെ കൂടെ പറഞ്ഞ്, പറയാൻ തുടങ്ങിയാൽ സൃഷ്ടിക്കുമെന്ന് പറ. പറയാൻ തുടങ്ങിയാൽ സൃഷ്ടിക്കും. ആമേൻ. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകളിൽ പോയി പെടരുതെന്ന് പറയാൻ കാരണം. ജഡത്തിൽ ചിന്തിപ്പിക്കുക, ആത്മാവിൽ ചിന്തിക്കുക. എത്ര പ്രശ്നങ്ങൾ വന്നാലും യേശു അത്ഭുതം ചെയ്യുമെന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് ആമേൻ പറഞ്ഞു നിന്നോണം. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്നറിയാവോ? നമ്മളെ അവർ പയ്യെ പയ്യെ മാനുഷികമായി ചിന്തിപ്പിക്കുക. നിങ്ങൾ ചിലപ്പോൾ ഇല്ല ബ്രദർ, അവർ ഭയങ്കര പ്രാർത്ഥന, അവർ ഭയങ്കര വിശ്വാസം, പക്ഷേ നിങ്ങളിപ്പോൾ പോകുന്നത് എങ്ങനെയാണ്? അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 വട്ടം ആലോചിക്കും. ആമേൻ പറയാൻ ഒരു തടസ്സം. ആമേൻ പറയാൻ എന്നാ തടസ്സം എന്നറിയാവോ? നമ്മൾ ലോജിക്കുമായിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്യുക. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഫെലോഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എന്തു പറഞ്ഞാലും ആമേൻ പറയുന്ന കൂട്ടുകാർ, സ്പിരിച്വലി നിൽക്കുന്ന ആൾക്കാർ, അവിടെ നിൽക്കുമ്പോൾ എന്നെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും. കാര്യം നമ്മുടെ വിഷയങ്ങളൊക്കെ എത്ര നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ തന്നെയാണ് നമ്മൾ അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവാക്കി എടുത്തതാണ്, ആയതല്ല, ആക്കി എടുത്തതാണ്. അബ്രഹാം എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? അബ്രഹാമും സാറ എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു? അവരും സാധാരണ ആളുകളെ പോലെ. നമ്മൾ ചിന്തിക്കും അബ്രഹാം എന്നെ ഭാഗ്യവാൻ. അല്ല, നമ്മളെപ്പോലെ തന്നെ മാനുഷികമായി ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. നടക്കത്തില്ലെന്ന് 100% വിശ്വസിച്ചവരാ. ഒരത്ഭുതം ഇനി ഉണ്ടാകത്തില്ലെന്ന് കൺഫേം. നമ്മുടെ വീട്ടിൽ 16-ാം അധ്യായത്തിലെ അബ്രഹാമിനെയും സാറാമ്മച്ചിയെയും വീട്ടിൽ വിളിച്ചൊരു ചായ കൊടുത്താൽ നമ്മൾ ആ സെക്കൻഡിൽ അവിശ്വാസിയായി പോകും. അങ്ങനെ ഇരുന്ന ആൾക്കാരെയാണ് കർത്താവ് വിശ്വാസികളുടെ പിതാവാക്കി മാറ്റിയത്. എങ്ങനെ? അവരെ കൊണ്ട് പറയിപ്പിച്ചു. അവരവിശ്വാസം പറഞ്ഞപ്പോൾ ദൈവം ഇടപെട്ടിട്ട് ചോദിക്കും, നീ എന്തിന്? ദൈവത്തിന് വേണേൽ കണ്ണടയ്ക്കായിരുന്നല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇവിടെ ദൈവം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവർ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ആകയാൽ എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് എന്ന് വൃദ്ധനായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയി. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അപ്പോൾ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാ. അവരെ ദൈവം ഇടപെട്ടിട്ട് പറയണേ, യഹോവ അബ്രഹാമിനോട്, നീ നീ പ്രസവിക്കുമെന്ന് നീ പറഞ്ഞ് ചിരിച്ചത് എന്ത്? യഹോവയ്ക്ക് കഴിയാത്ത വല്ലോ കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. സാറായി ഭയപ്പെട്ടു. ശ്രദ്ധിച്ചോണം, സാറായി ഭയപ്പെട്ടു. ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ കൊണ്ട് ദൈവം എന്ത് ചെയ്യിപ്പിച്ചു? തിരിച്ചു പറയിപ്പിച്ചു. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരാണ്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, എന്നെ ബ്രദറെ ഒന്നും കാണാത്തത്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചേർന്ന് നിൽക്കണം. ചിലപ്പോൾ എനിക്ക് പറയാൻ ഉത്തരവില്ല, എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം പ്രവർത്തിക്കാമെന്ന് വെച്ച് ചിലപ്പോൾ എനിക്ക് ഉത്തരവില്ലായിരിക്കും. ദൈവം ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരുവാണെങ്കിൽ വിശ്വാസം പറയുന്ന, വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്ന ആൾക്കാരുമായിട്ട് അപ്പം തന്നെ ചേർന്ന് നിന്നോണം. എനിക്ക് എന്തെങ്കിലും വിശ്വാസത്തിൽ ഒരു മടുപ്പ് വന്നാൽ ഞാൻ ഉടനെ യൂട്യൂബ് എടുത്ത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അങ്ങനെയുള്ള വചനങ്ങൾ ഞാൻ പിന്നെയും കേട്ടോണ്ടേയിരിക്കും. അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ലോജിക്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് മാനുഷികമായി ചിന്തിക്കും. എൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ മാത്രമാണോ? അല്ല. ഞാൻ മറ്റൊരു വാക്യം നിങ്ങൾക്ക്, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഈ വാക്യം കാണാൻ പറ്റുന്നുണ്ടോ?
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ആരുണ്ട്? വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ ഈ സാറായെ പറ്റിയല്ല നമ്മൾ കുറച്ചു മുമ്പ് എന്നാ കേട്ടത്? ഈ സാറാമ്മച്ചി എന്നാ കുറച്ചു മുമ്പേ പറഞ്ഞത്? ഈ സാറാമ്മച്ചി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സാറ ഈ വാക്യം ചിരിച്ചു. ഓർക്കുന്നു. ഇത് നോക്കിയേ, ഇതുകൊണ്ടാണ് ഈ സാറ തന്നെ പറയുകയാണ്, ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു, വൃദ്ധനായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകും, എൻ്റെ ഭർത്താവ് വൃദ്ധനായിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അബ്രഹാം ഇങ്ങനെ ഈ വാക്ക് നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ ഈ സാറായെ പറ്റിയാണോ എബ്രായ ലേഖനം പറയുന്നത്? അങ്ങനെ പറഞ്ഞ സാറായെ കൊണ്ട് ദൈവം തിരിച്ചു പറയിപ്പിച്ചു. എന്നാ പറയിപ്പിച്ചത്? വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അപ്പൊ സാറ എന്നാ ചെയ്തത്? വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് എണ്ണി. അഥവാ എണ്ണി എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. വയസ്സായ ഞാൻ ഒരിക്കലും ഗർഭം ധരിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു ദൈവം. ഇപ്പൊ മനസ്സിലായോ? പറയുന്നതിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈ വചനം കേൾക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പിശാച് എന്താ ചെയ്യിപ്പിക്കുന്നറിയാവോ? നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പകരം എന്നാന്നറിയാവോ? ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ ഒരു തവണ അയച്ചു കഴിഞ്ഞാൽ, ചിലരുണ്ട് എല്ലാ ദിവസവും ഒരേ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഒരേ പ്രാർത്ഥനാ വിഷയം അതിങ്ങനെ ഒരേ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ ഓരോ ദിവസവും അയച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് പിശാച് അയപ്പിക്കുന്നു. അല്ല ബ്രദറെ, ഞാനാ ടൈപ്പ് ചെയ്യുന്നത്. അത് ടൈപ്പ് ചെയ്യുന്നത്, പിശാചല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളത് ടൈപ്പ് ചെയ്യുമ്പം നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നയച്ചു, 2-ാം ദിവസം അയച്ചു, 3-ാം ദിവസം അയച്ചു, 4-ാം ദിവസം അയച്ചു. ഇത് തന്നെയാണ് സാറായും ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഗർഭപാത്രം നിർജ്ജീവമായി, എൻ്റെ ഭർത്താവ് വയസ്സായി, ഞാൻ വയസ്സായി, എൻ്റെ പതിവ് നിന്നുപോയി. ഇത് തന്നെയാണ് സാറായും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതേ സാറായെ കൊണ്ട് തിരുത്തി പറയിപ്പിച്ചു ദൈവം. എന്താ പറഞ്ഞെന്നറിയാവോ? വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായും ഉറക്കുക മാത്രമല്ല, പ്രായം കഴിഞ്ഞിട്ടും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പ്രായം കഴിഞ്ഞിട്ടും എന്ത് പ്രാപിച്ചു? പുത്രോത്പാദനത്തിനായി ശക്തി പ്രാപിച്ചു. അതായത് ഒരു പുത്രനെ കൺസീവ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു, ഗർഭം ധരിക്കുവാനുള്ള. നമുക്കിപ്പോൾ ഒരു ഡോക്ടർ സാറായിയെ സ്കാൻ ചെയ്ത് MRI ചെയ്ത് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടർ പറയും, ഈ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ ഗർഭപാത്രത്തിനില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ഗർഭം ധരിക്കാൻ സാധ്യതയില്ലെന്നുള്ള സർട്ടിഫിക്കറ്റിനെ ശക്തി കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ദൈവശക്തി കൊണ്ട് ഇടിച്ചു കളഞ്ഞു. ആര്? സാറായി. ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, ശക്തനായ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് സകല വിഷയത്തെയും ഇടിച്ചു കളയുവാൻ ആത്മാവിൽ ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ബുദ്ധിയിൽ ചിന്തിച്ചാൽ കരച്ചിൽ വരും. ഞാനിങ്ങനെ ചിന്തിക്കില്ല, സാറാമ്മച്ചിയുടെ ബെഡേ നോക്കിയാൽ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കിടക്കുമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എണീറ്റ് പുറത്തോട്ടിറങ്ങുമ്പോൾ ദാസിമാർക്കെല്ലാം മക്കളുണ്ട്, ചേടത്തികൾക്കും ചേടത്തിമാർക്കും എല്ലാം മക്കളുണ്ട്. ഇത് കണ്ട് പുള്ളിക്കാരി വീണ്ടും മുറിയിലോട്ട് വന്ന് കരയിപ്പിക്കുക, എന്നിട്ട് വാ കൊണ്ട് പറയുക, ഓഹ് എൻ്റെ ദൈവം എൻ്റെ ഗർഭം അടച്ചു. അവസാനം സാറാമ്മച്ചി തീരുമാനിച്ചു, ഇനി ഞാൻ കരയത്തില്ല. ഇത്രയും നാൾ ഞാൻ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാണ്. വാഗ്ദത്തം ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പറഞ്ഞ് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങളൊന്ന് എടുക്ക്. എങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് ചെയ്യും, എനിക്ക് വേണ്ടി അവൻ ചെയ്യുമെന്നുള്ള വചനം എടുത്തു പിടിച്ചിട്ട് വിളിച്ചു പറയണം. ഈ വചനത്തിൽ നിന്നും ശക്തി നിങ്ങളുടെ മേലേക്ക് വരും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് അബ്രഹാമിനെയും സാറായിനെയും വിശ്വാസികളുടെ പിതാവായും ദൈവം ആക്കി വെച്ചതിൻ്റെ കാര്യം മനസ്സിലായി? അവരെ ദൈവം ട്രെയിൻ ചെയ്തെടുപ്പിച്ചു. ദൈവത്തിന് മനസ്സിലായി, സാധാരണ അബ്രഹാമിന് എനിക്ക് ആവശ്യമില്ല, ദൈവത്തിന് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ന്യൂ കപ്പിളിനെ തിരഞ്ഞെടുക്കാൻ മേലെ, വിവാഹം കഴിച്ച് ഗർഭപാത്രത്തിന് ഒരു കുഴപ്പമില്ലാത്ത, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത, നല്ല രീതിയിൽ കൺസീവ് ആകാൻ, കുഞ്ഞുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തെ എടുത്തിട്ട് നിനക്കൊരു ഇസ്ഹാക്കിനെ തരാൻ പോകുന്നു, ഒരു കുഴപ്പം അവിടെ ഉണ്ടാകത്തില്ല. പക്ഷെ ഒരു സാധ്യതയും ഇല്ലാത്ത കൊടുത്ത്
ഒരു തലമുറയുണ്ടായാൽ നാട്ടിലുള്ള സകലരും പറയും ഇത് ദൈവത്താലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിഷയം ഒരാൾക്കും ശരിയാക്കാൻ പറ്റാത്ത വിഷയമായിക്കോട്ടെ. നിങ്ങൾ പറയും, എൻ്റെ ബ്രദറെ എനിക്കറിയത്തില്ല, എൻ്റെ നാട്ടിൽ എനിക്ക് മാത്രമേ വിഷയമുള്ളൂ, ഒരു മനുഷ്യനും ആ വിഷയം ഇല്ലെങ്കിൽ ഉറപ്പിച്ചു നാട്ടുകാരെ കൊണ്ട് മൊത്തം ദൈവം പറയിപ്പിക്കും ഇത് ദൈവം ഇറങ്ങി വന്ന് ചെയ്തതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവം തന്നെ ഇറങ്ങി വന്ന് ചെയ്തതാന്ന് പറയത്തക്കവണ്ണം ദൈവം എൻ്റെ വിഷയത്തെ അത്ഭുതമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ ആമേൻ പറയുന്നത് സ്വീകരിച്ചേ. ആമേൻ ആമേൻ. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന് വേണ്ടത് ലോകത്തെ ഇളക്കുന്ന അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ, നിങ്ങൾ പഴയ നിയമ ഭക്തന്മാരെല്ലാം ഉരുവായത് ഒറ്റ തലമുറയിൽ നിന്ന്, ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു ജനറേഷനിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നറിയോ? നിങ്ങളൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നതെന്ന് പറയും, വിളിച്ചു പറയുക. ശക്തി അങ്ങോട്ട് വിളിച്ചു പറയുക. ശക്തി കൊണ്ട് പുത്രോൽപാദനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ഗർഭപാത്രത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ചു സാറായി. ഈ ദിവസങ്ങളിൽ ഒന്ന് പൊട്ടിക്കാൻ തയ്യാറാണോ നിങ്ങൾ? തമ്പുരാൻ റെഡിയായിട്ട് നിൽക്കുക, കൂടെ നിൽക്കുക കർത്താവ്. എന്നാലോചിച്ച് നോക്കി, കൂടെ നിൽക്കുക. പക്ഷേ ഇവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇത്രയും നേരം കേട്ട വചനങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഇനി ഒരു പുത്രനെ ഉണ്ടാകത്തില്ല, എൻ്റെ ഗർഭം ദൈവം അടച്ചു, എൻ്റെ ഭർത്താവ് വയസ്സായി, ഞാൻ വയസ്സായി, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും തോറും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടയപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ തീരുമാനമെടുത്തു, ഞാൻ അതിനെ പൊട്ടിക്കും. ഒരിക്കലും ഗർഭം ധരിക്കത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ ഉദരത്തിൻ്റെ കെട്ടിനെ ഞാൻ പൊട്ടിക്കും. എൻ്റെ കൂടെ ആരുണ്ട്? വാക്തത്തങ്ങളിൽ വിശ്വസ്തനും വാക്കു മാറാത്തവനുമായ ദൈവമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വാക്തത്തങ്ങൾ വാക്ക് മാറാത്ത ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറ. വാഗ്ദത്തങ്ങളിൽ വാക്കുമാറാത്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ ദൈവം വിശ്വസ്തന. ഇതിപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവാണ്. വിശ്വസ്തൻ. എൻ്റെ കൂടെ പറഞ്ഞ്, വിശ്വസ്തൻ. ദൈവം വിശ്വസ്തനാണ്. ഇനി ഈ വാക്തത്വം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നതിൻ്റെ അർത്ഥം പ്രോമിസുകൾ, വാക്കുകൾ. ഇനി അങ്ങനെ ഒന്ന് വായിച്ച്, വാക്ക് പറഞ്ഞ വിശ്വസ്തൻ എന്ന് പറഞ്ഞു. വാക്ക് പറഞ്ഞ വിശ്വസ്തൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ വാക്ക് പറഞ്ഞ ഏറ്റവും വലിയൊരു സ്വഭാവം, താൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ വിശ്വസ്തന. നമ്മൾ പലരെ പറ്റി പറയത്തില്ലേ, വാക്കിന് വിലയില്ലാത്തതെന്നൊക്കെ പറയത്തില്ലേ? നമ്മളെ ചിലരെ പറ്റി പറയത്തില്ലേ? നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ ആ വാക്ക്? ഒരു വാക്കിന് വില ഉണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ആരോടും പറഞ്ഞു കാണത്തില്ല, വാക്കിന് വില ഉണ്ടായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം? പാലിക്കണം. കണ്ടോ? നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് താൻ വാക്ക് പറഞ്ഞ മാറത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസ്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ? 9 മണിക്ക് നമ്മുടെ പ്രാർത്ഥന സൂമിൽ തുടങ്ങുമെന്ന് പറഞ്ഞാൽ 9:15 വരുന്ന നിങ്ങൾ വിശ്വസ്തരാണോ? പറ. നമുക്ക് 9 നമ്മുടെ സമയം. പക്ഷെ ബൈബിൾ ഒരു കാര്യം പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയ ദൈവം പറഞ്ഞു ഞാൻ അവിടെ വരും. നമുക്ക് 9 മണിക്ക് കർത്താവ് ഇവിടെ വരും. അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്ന ദൈവപ്രവർത്തികളൊക്കെയും തെളിവ് അതാണ്. കർത്താവ് അവിടെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ ലോജിക്കുമായിട്ട് അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞത് ജഡത്തിൽ ചിന്തിക്കരുത്. നമുക്കൊരു വാണിംഗ് തരുമോ കേട്ടോ? എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ കൊണ്ട് ജഡത്തിൽ മാനുഷികമായി ചിന്തിപ്പിക്കും, മാനുഷികമായിട്ട് ഉത്തരങ്ങൾ തരും. നമ്മുടെ മനസ്സിലേക്ക് ഇന്ന കാര്യത്തിൽ നോക്കി എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മളെ കൊടുക്കാൻ നോക്കുക. അവിടെ സാറായെ കുടുക്കിയതുപോലെ എൻ്റെ ദൈവം എൻ്റെ ഗർഭം അടച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് അബ്രഹാം ഒരു കാര്യം ചെയ്യും, ഭർത്താവിനോട് പറയുക, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പം ഒരു കുഞ്ഞിനെ കിട്ടിയാൽ പോരെ, നിങ്ങൾ എന്ത് ചെയ്യും? ഹാഗറിലോട്ട് ചെല്ല്. താൻ വിശ്വസിച്ചു തൻ്റെ ഭാര്യയുടെ വാക്ക്. ആദ്യം ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആൾ എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയുടെ വാക്കിൽ വിശ്വസിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ തടയപ്പെടാൻ. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല. അബ്രഹാം അവിശ്വസ്തനാണെങ്കിലും ദൈവം വിശ്വസ്തനാ. ദൈവം എന്ത് ചെയ്യുന്നറിയാം? അബ്രഹാമെ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ആ നന്മ കാണിക്കും. ദൈവത്തിനൊരു വാശി നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് വാശി. താൻ പറഞ്ഞാൽ അതാരെങ്കിലും ഏറ്റെടുത്ത് 10 പേർ മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ മറന്നാലും ദൈവം എന്ത് ചെയ്യത്തില്ല? മറക്കത്തില്ല. അബ്രഹാം അതെല്ലാം മറന്ന് പൊടി തട്ടി പോകാൻ പറ്റില്ല. ദൈവം പറയാം, അങ്ങനെ അങ്ങ് പോയാൽ പറ്റത്തില്ലല്ലോ.
നിൽക്കവിടെ. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ആ വാഗ്ദത്തം കാണിച്ചിരിക്കും. കാര്യം പറഞ്ഞത് ദൈവമാ, പാലിക്കുന്നത് ദൈവമാ, അവൻ അത് ചെയ്തിരിക്കും. എൻ്റെ കൂടെ രാമേൻ പറഞ്ഞേ. ആമേൻ. 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 നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ നമ്മുടെ നടുവിൽ ചെയ്യും. രണ്ട് വ്യക്തികൾക്ക് വേണ്ടി എൻ്റെ വൈകുന്നേരം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മ പെട്ടെന്ന് ഒന്ന് ഒരു സന്ദീപിനും ഒരു സന്തോഷിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വൈകുന്നേരം ഒരു നിയോഗം തന്നതാണ്. സൂമിൽ കാണുന്നവരുമായിട്ട് അത് ബന്ധമുണ്ടെങ്കിൽ, യൂട്യൂബിൽ കാണുന്നവരുമായിട്ട് അതിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങളത് പ്രതികരിച്ചോണം. രണ്ട് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ സൂമിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞേ. സൂമിലുണ്ടോ ആരെങ്കിലും, അതോ ഫേസ്ബുക്കിലോ? സന്ദീപ് എന്റെ മരുമകനാ, എന്റെ മോളുടെ സന്ദീപ് ഭർത്താവ് മരുമകൻ. സന്ദീപ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ തൊടാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സന്ദീപ് എന്നല്ലേ പറഞ്ഞത്? ആ, തീർച്ചയായും നമുക്ക് സന്ദീപ്. ഒരുമിച്ച് എൻ്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് കർത്താവിനോട് പറഞ്ഞാണ് പ്രാർത്ഥനയിൽ സന്ദീപിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു സന്തോഷം കൂടെ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ മരുമാന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് പറയുന്ന ഒരു വാക്ക് ഇതാണ്: ആള് മാറിയവനെ പോലെ ദൈവം മാറ്റും. ആള് മാറിയവനെ പോലെ ദൈവം അവനെ മാറ്റും. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യുന്നത് പോലെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവ് അവനെ സന്ദർശിച്ച് അവനെ ആള് മാറിയവനെ പോലെ കർത്താവ് മാറ്റാൻ പോവാണ്. ദൈവമേ, ദൈവം അവനെ അവൻ ആള് മാറിയവനെ പോലെ മാറ്റാൻ വേണ്ടി പോവാണ്. കർത്താവിനോട് പറയുന്നു, അവനിലൂടെ അവൻ ദൈവം ചെയ്യുന്ന ഓട്ടോറിക്ഷ നന്മകളെ. ഓടിക്കുന്നു. അവൻ ഓട്ടോറിക്ഷ ഓടിക്കുവാണോ? ആ, ആ. ഒരുമിച്ച് എല്ലാവരും രാമേൻ പറഞ്ഞ്. ആമേൻ. 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 സ്തോത്രം. ആമേൻ. ആമേൻ. അയാൾ ഓട്ടോ ഓടിക്കുന്ന ആമേൻ. കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഒരുമിച്ച് എല്ലാവരും വീണ്ടും രാമേൻ പറഞ്ഞ്. ദൈവമേ, എനിക്ക് കർത്താവേ, ആമേൻ. ആമേൻ. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ ഉച്ചയ്ക്ക് ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, രണ്ട് വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് നീ പ്രാർത്ഥിക്കണം. ഒന്ന് ഒരു സന്ദീപാണ്, രണ്ട് സന്തോഷമാണ്. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് വേറെ ഒന്നും എൻ്റെ കർത്താവ് പറഞ്ഞില്ല. ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ ഓട്ടോയ്ക്ക് നിങ്ങൾ എത്ര പേര് ഇത് കേട്ടു? ഓട്ടോ എനിക്കറിയത്തില്ല. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അയാൾ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വേണേ ഞാൻ ഇങ്ങനെ പറയാൻ പറ്റില്ല, അദ്ദേഹം വീട്ടിൽ ഇരിക്കുന്നു, കാറിലിരിക്കുന്നു. പക്ഷെ കർത്താവിനോട് പറയുന്നത് അയാൾ ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരിക്കുക. എന്നോട് കർത്താവിനോട് പറഞ്ഞു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഇരിക്കുവാന്ന് പറഞ്ഞു. എനിക്ക് സന്ദീപിനെ അറിയത്തില്ല. ആന്റി എവിടുന്ന, ഏത് സ്ഥലത്തുനിന്ന് കയറുന്നത്? ഏത് സ്ഥലമാ? ചാലക്കുടി. ചാലക്കുടി. എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, എന്നെ ഇല്ല, നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അയാൾ ഗൾഫിലായിരുന്നു അല്ലേ? ആ, ആ, ഇപ്പൊ ഓട്ടോ ഓടിക്കും അല്ലേ? ആ. ഓ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇത് കാണുന്നു. എന്നാലോചിച്ച് നോക്കിയ ദൈവം ഇത് കാണുന്നു. കർത്താവിനോട് പറഞ്ഞ ആ മകനെ ദൈവം തൊട്ടിട്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാ. കർത്താവിനോട് പറയുന്നു, അവനെ ദൈവം സാക്ഷിയാക്കി മാറ്റും. അനേകർക്കൊരു മാന്യ പാത്രമാക്കി ദൈവം മാറ്റും. ഈ ദിവസങ്ങളിൽ കർത്താവ് അവനെ സന്ദർശിക്കും. ആള് മാറിയവനെ പോലെ ആക്കി തീർക്കും. കർത്താവിനോട് പറയുന്ന രണ്ട് നിരാശകൾ അവന്റെ ജീവിതത്തിലുണ്ട്. രണ്ട് നിരാശകൾ അവനോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവന്റെ വിധിയാന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കുക അല്ല, കർത്താവ് അവനെ മാറിയവനെ പോലെ ആക്കും. ഞങ്ങളെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ കേട്ട വചനം സത്യവചനമാണ്. ആ വചനത്താൽ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ പ്രവചന ആലോചന ഞങ്ങൾ അവന്റെ മേൽ പകരുന്നു, ആ കുടുംബത്തിന്റെ മേൽ പകരുന്നു. അവൻ ഓട്ടോ ഓടിക്കുവാന്നോ, ആ സന്ദീപ് ആരെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പക്ഷെ കർത്താവ് അറിയുന്നു. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 എപ്പോഴും പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമ്മുടെ നടുവിൽ ഞാൻ എപ്പോഴും പറയാം, പരിശുദ്ധാത്മാവ്. എനിക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി സന്ദീപിന് വേണ്ടി പാഠിക്കുമ്പോൾ ഇന്നത്തെ ആരാണ് സന്ദീപ്? നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചുരുക്കം പേരേ ഉള്ളൂ. നിങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ പ്രയർ ലിങ്ക് കണ്ടോ, ഇപ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വാട്സാപ്പ് നമ്പറിലോ കയറി വന്നവരായിരിക്കും. നിങ്ങളാരും വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, നിങ്ങളെ ദൈവത്തിന് അറിയാം. എന്നെ ദൈവം ഇരുത്തി കർത്താവ് എന്നിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കർത്താവ് ഇന്ന് ഇടപെട്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ നാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ പറ ഈ പ്രാർത്ഥനയിൽ? ആമേൻ. നമ്മുടെ നടുവിൽ ഇനിയും പ്രവർത്തിക്കും. നമ്മൾ ഇന്ന് കേട്ട വചനം നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തെ പഠിക്കുന്നു. രണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി ബ്രദറെ, നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ വിശ്വാസത്തിൽ തളർന്നു പോയാൽ ഉടനെ വിശ്വാസത്തിൽ ബലപ്പെടുന്ന കൂട്ടായ്മയിൽ ചാടിക്കേറി നിന്നോണം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെ ഇടിച്ചു കളയുന്ന ജഡത്തിൽ മാനുഷികമായി ചിന്തിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തി എത്ര സ്നേഹബന്ധമാണെങ്കിലും അവിടെ പോയി കൈയടിക്കാനും പ്രാർത്ഥിക്കാനും നിൽക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, സാറായി ഒരു വിശ്വാസിയാണ്.
യഹോവയെ വിശ്വസിക്കുന്ന ആളാ, പക്ഷെ അബ്രഹാമിനെ പോലും തെറ്റിച്ചു കളഞ്ഞു. ഓർത്തോണം, അതേ സാറായിലൂടെ തന്നെ കർത്താവ് തിരുത്തിച്ചു. അപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ ബലം കുറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമായിരിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് വരുമ്പം പ്രാർത്ഥനയ്ക്ക് കയറാൻ തോന്നുന്നില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? മടിയൊന്നും വേണ്ട. മടുപ്പ് വരുമ്പോൾ ഉണ്ട്. ഇതാണ് പിശാചിന്റെ മറ്റൊരു തന്ത്രം. നമുക്ക് എന്തെങ്കിലും നമുക്കൊരു മടുപ്പ് വരുമ്പോൾ, നമുക്ക് ആ വിഷയം മാറാതെ വരുമ്പം, പ്രാർത്ഥിച്ചിട്ട് ചില കാര്യം നടക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ഫസ്റ്റ് തീരുമാനമാണ് ഇനി പ്രാർത്ഥനയ്ക്ക്. നിങ്ങളൊരു കാര്യം തന്നെ, അവിടെ നമ്മൾ ബലം കുറഞ്ഞു. നമ്മൾ പോലും അറിയാതെ നമ്മുടെ വിഷയങ്ങൾ നടക്കത്തില്ലെന്നൊരു ഉറപ്പ് നമ്മുടെ ബുദ്ധി കിട്ടി. ബുദ്ധി നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന, ഇനി എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അങ്ങനെ ഡയറക്റ്റായിട്ട് പറയാതെ വിഷമങ്ങൾ മനസ്സിൽ നിറച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇനി നീ പ്രാർത്ഥിക്കേണ്ട, ബൈബിളും ചുമക്കണ്ട, കൂട്ടായ്മ വിളിക്കേണ്ട, ബ്രദറിനെ വിളിക്കേണ്ട, എങ്ങും പോകണ്ട. ഇതൊരു തന്ത്രമാണ്. ആ സമയത്ത് ചേർന്ന് വന്നോണം, ബലപ്പെട്ടോണം. എന്നാണെന്നറിയാവോ? ദൈവം വാക്ക് മാറത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം വാക്ക് മാറത്തില്ല. വാക്ക് ദൈവം മാറത്തില്ല. വാക്ക് മാറത്തില്ല. ദൈവം വാക്ക് മാറത്തില്ല. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, എൻ്റെ ഗുണമോ എൻ്റെ ദോഷമോ എൻ്റെ വിഷയമോ ഇതൊന്നും വിഷയമല്ല, കർത്താവ് വാക്ക് മാറത്തില്ല. ആ ദൈവത്തിൽ ഞാൻ കേട്ടു, എന്നെ ഒരു അത്ഭുതമാക്കുന്നു. ആ വചനം മുറുകെ പിടിച്ചോണം കേട്ടോ. വെറുതെ അത്ഭുതം എന്ന് പറഞ്ഞ് നടക്കരുത്. വചനം കയ്യിൽ വേണം. വചനം കയ്യിലില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ അവിശ്വാസം നിറയും. വചനം പിടിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനും ചോദിക്കാനും. ദൈവം വാക്ക് മാറും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? നിങ്ങളുടെ കയ്യിൽ ഒരു വചനം ഉണ്ടെങ്കിൽ ദൈവം അത് നോക്കും. ദൈവം പറയും, ഇത് ഞാൻ പറഞ്ഞ വാക്കാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. നിങ്ങളുടെ വചനമില്ലെങ്കിൽ ദൈവം നോക്കും, എന്നാന്നറിയോ? വാക്കുമില്ല, ഒന്നുമില്ല, പൊക്കോളാൻ പറയും. അബ്രഹാമിന്റെ കയ്യിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ വചനം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ 11 വാക്യം. കാണാനും പറ്റുകയില്ല. സിസ്റ്ററെ, ഷാജിയമ്മ സിസ്റ്ററെ, ഫോൺ സൈലന്റ് ആക്കണം കേട്ടോ. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ നടക്കുന്ന സമയമാണ്. ഇവിടെ ശ്രദ്ധിച്ചോണം. ഈ 11 വാക്യം ഒന്ന് ഉറക്കെ വായിക്കാവോ? സാറായി എന്നാ ചെയ്തത്? വിശ്വസ്തൻ എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം വായിക്കുന്നയാള്. 11 വാക്യം. ഈ വാക്യം ഒന്ന് വായിച്ച്, എബ്രായർ 11:11 വായിച്ച്. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും. അത്രയും മതി. സാറ എന്താ ചെയ്തത്? വിശ്വാസത്താൽ സാറായി എന്ത് ചെയ്തു? വാഗ്ദത്തം. എന്തുണ്ട് അവരുടെ കയ്യിൽ? അവരുടെ കയ്യിൽ സ്റ്റോപ്പ് ചെയ്ത്, അവരുടെ കയ്യിൽ എന്തുണ്ട്? വാഗ്ദത്തം. അതായത് വചനം കയ്യിലിരിപ്പുണ്ട്. ചുമ്മാ വിശ്വസിക്കുവല്ല. ദൈവം തരും പറഞ്ഞുകൊണ്ടിരിക്കുവല്ല, കയ്യിൽ തെളിവും പിടിച്ചോണ്ടായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കയ്യിൽ തെളിവിരിക്കുക. ദൈവം തരും എന്നതിന്റെ തെളിവ് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? കടഭാരം മാറുന്നു, രോഗം മാറുന്നു, പ്രശ്നം മാറുന്നു, തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു, അത്ഭുതം നടക്കുന്നുള്ള തെളിവില്ലെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ സാറായി ഒരു തെളിവും പിടിച്ചുകൊണ്ടിരിക്കുക. 2 തെളിവാണ്. ഒന്ന്, സ്കാനിങ് റിപ്പോർട്ട് പറയുന്നു പുത്രോത്പാദനം നടക്കത്തില്ല. ഞാനിങ്ങനെ പറയും, MRI സ്കാൻ നോക്കിയിട്ട് പറയുന്നു ആരോടൊക്കെയോ കർത്താവ് ഇടപെടുകട്ടെ. ഈ ദിവസങ്ങളിൽ റിപ്പോർട്ടുമായിട്ടിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മ ഇടപെടുകയാണ്. റിപ്പോർട്ട് പറയുന്നു ഇല്ല, പക്ഷെ വാഗ്ദത്തം പറയുന്നു ഉണ്ട്. ആമേൻ. സാറായുടെ കയ്യിലൊരു വാഗ്ദത്തമുണ്ട്, കൊച്ചുണ്ടാകും. റിപ്പോർട്ട് പറയുന്നു ഉണ്ടാകത്തില്ല. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? റിപ്പോർട്ട് എടുത്ത് കീറിക്കളഞ്ഞിട്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണി, അഥവാ പറഞ്ഞിട്ട് അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു, അത്ഭുതത്തിന് വേണ്ടിയുള്ള ശക്തി അങ്ങോട്ട് പ്രാപിക്കുക. അതിന് വാഗ്ദത്തം ഉയർത്തിപ്പിടിക്കണം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നാളെ നമുക്ക് തുടർമാനമായിട്ട് കേൾക്കാം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേട്ടതിൽ? തുടർമാനമായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ ദൈവത്തിന്റെ ഈ സ്വഭാവത്തെ? ആമേൻ. ചില സന്ദർഭങ്ങളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കളയേണ്ട ചില സംഭവങ്ങളിലേക്ക് നമ്മൾ വരും. അപ്പോൾ അവിടെ നിങ്ങൾ സങ്കടപ്പെടരുത്, അവിടെ നിന്ന് ലെഫ്റ്റായി പോകരുത്. വളരെ ശ്രദ്ധിച്ചോണം. എല്ലാം ഞാൻ വചനം വെച്ചേ പറയാത്തുള്ളൂ. വചനം നിങ്ങൾ എടുത്തു വെച്ചോണം. അവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആകരുത്. കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ എനിക്ക് ലൈവിൽ ചോദിക്കരുത്. കാര്യം നമ്മളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈവിൽ ചോദിക്കരുത്. ഒത്തിരി ഇൻട്രഡപ്റ്റ് ആയി പോവും. നമുക്കത് പിന്നെ നമുക്ക് ഒത്തിരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ലൈവിൽ ഇടയ്ക്ക് പോയി പിന്നെ ഉത്തരം പറയാൻ വേണ്ടി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് വാട്സാപ്പിൽ അയക്കണം.
എല്ലാവരും ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ആ മീറ്റിംഗ് ഈ വചനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നവരും നിങ്ങൾ വാട്സാപ്പിൽ സംശയങ്ങൾ ചോദിച്ചോണം. ഈ ദിവസങ്ങളിൽ വചനം എടുത്ത് വെച്ചോണം. ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് അനുഗ്രഹത്തിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് ആ വാഗ്ദത്തം പ്രാപിച്ചത്. അതൊരു ദൈവം ഒത്തിരി തെളിവുകൾ വെച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ ചെതറിക്കിടക്കുവാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് നമുക്കത് തരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ പറ. ഇപ്പോൾ തന്നെ പറ. ദൈവം ആ വാക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്താ വാക്ക്? ദൈവത്തിന്റെ വാക്ക് എന്തുവാ? ആർക്കെങ്കിലും അറിയാവോ? അല്ല, രോഗിക്ക് വേണ്ടിയുള്ള വാക്ക് ഏതാ? രോഗിക്ക് വേണ്ടിയുള്ള വാക്ക് ഏതാ? യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. ആ രോഗികളായി ഭാരപ്പെടുന്നവർ ആ വചനം ഇനി പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ആ വചനം ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എവിടെയാ കിടക്കുന്നത്? യെശയ്യാ 53 കിടപ്പുണ്ട്. ആ വചനം ഒന്ന് പറഞ്ഞേ. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം ഇന്ന് എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർ വേണം, സാക്ഷാൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ രോഗത്തെ യേശു ക്രൂശിൽ വഹിച്ചു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ ശരീരത്തെ അടിച്ചു മുറിവേൽപ്പിച്ച് ഒഴുകി വരുന്ന രക്തമായിക്കോട്ടെ, കീറിയിരിക്കുന്ന മാംസ ശരീരമായിക്കോട്ടെ, എന്നോട് പറയുന്നു, ഈ മുറിവ് നിന്റെ വേദന മാറ്റിയിരിക്കുന്നു, ഈ മുറിവ് നിന്റെ രോഗത്തെ മാറ്റി. അത് കണ്ണടച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരം മുറിഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ണടച്ചുകൊണ്ടൊന്ന് കണ്ടെന്നിട്ട് പറയുന്നത്, എനിക്ക് വേണ്ടി ഏറ്റ മുറിവാണ്. എന്നിട്ട് ആ സൗഖ്യത്തെ ഒന്ന് പിടിച്ചെടുത്തേ. സാറായി ശക്തി പ്രാപിച്ചതുപോലെ സൗഖ്യത്തെ എടുത്ത് യേശുവിൻ്റെ ഇപ്പം നടക്കാൻ പോകട്ടെ. ഇപ്പം അത്ഭുതം നടക്കാൻ പോവാം. നടന്നവർ പറഞ്ഞോണം. ഇപ്പം ഏതെങ്കിലും വ്യക്തി രോഗിയായിരിപ്പുണ്ടെങ്കിൽ, ആരെങ്കിലും രോഗിയായിരിപ്പുണ്ടെങ്കിൽ അവിടെ കൈവച്ച് ഇന്ന് ഇൻസ്റ്റൻ്റ്ലി കാണാൻ പോവാം. എന്നോട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കാണ്, ഇൻസ്റ്റൻ്റ്ലി ക്രിയേറ്റീവ്ലി മിറക്കിൾ കാണാൻ പോവാം. ഇൻസ്റ്റൻ്റ്ലി, 2 ദിവസം കഴിഞ്ഞിട്ടല്ല, ഇൻസ്റ്റൻറ്റ് മിറക്കിൾസ്, ക്രിയേറ്റീവ് മിറക്കിൾസ്, അതായത് ഇല്ലാത്തത് ഉണ്ടായി വരാൻ പോവുക. അങ്ങനത്തെ മിറക്കിൾസ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോവാന്നാണ് പറഞ്ഞത്. ഇന്ന് പ്രാർത്ഥിച്ച് 10 മാസം കഴിഞ്ഞിട്ട് നടക്കുന്ന അത്ഭുതമല്ല, ക്രിയേറ്റീവ് മിറക്കിൾസ്, ഇൻസ്റ്റന്റ് മിറക്കിൾ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്നു. ഇപ്പോൾ 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 പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുക. പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുക. വിശ്വസിച്ച് മണ്ടൻ ബുദ്ധിയാണെന്ന് ലോകം കേൾക്കുന്നവൻ പറയും, ലോജിക്ക് വെച്ച് നോക്കുന്നവൻ പറയും, എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ പുതിയ അവയവം ഉണ്ടായി വരുന്നത്? ബൈബിൾ പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു ഉയർത്തുന്ന ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി പുതിയ അവയവങ്ങളെ സൃഷ്ടിക്കും, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. കടഭാരമായി പ്രാർത്ഥിക്കുന്നവർ കേട്ടെ, വചനം പറയുന്നു, വാഗ്ദത്തം ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്ന ക്രിസ്തു യേശുവിൻ്റെ ദാരിദ്ര്യത്തെ 2 കൊരിന്ത്യർ 8:9 ഞാൻ ബഹുസമ്പന്നനാകേണ്ടതിന് അബ്രഹാമിൻ്റെ മുഴുവൻ നന്മകളും എനിക്ക് തന്നിരിക്കുന്നു. ഗലാത്യർ 3:13. ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് പറ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസിലും ഇരിക്കും. ഞാൻ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എൻ്റെ പുറകെ വരും. ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അത്ഭുതമാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു, ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെന്ന് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ വൻ കൃപയ്ക്ക് നന്ദി, വലിയ പ്രവർത്തിക്ക് നന്ദി, വലിയ സൗഖ്യത്തിന് നന്ദി. ഇപ്പം നടക്കുക, ശരീരത്തിലിട്ട് നോക്കി വേണം. ആ ഞരമ്പുകളുടെ മേൽ, അസ്ഥിയുടെ മേൽ, ആന്തരിക അവയവങ്ങൾ, ഞാൻ പറഞ്ഞത് കേടായത് മാറുമല്ല, പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടും, പുതിയ കിഡ്നികൾ ഉണ്ടായി വരും. ഹാർട്ടിൻ്റെ പ്രോബ്ലം പുതിയതാണ്, അങ്ങനെ തന്നെ വിശ്വസിച്ച് പുതിയതുണ്ടായി വരും, പുതിയ അവയവങ്ങളുണ്ടായി വരും, പുതിയ അസ്ഥികളുണ്ടായി വരും. ബൈബിൾ പറയുന്നത് അസ്ഥി താഴ്വരയിൽ കൂട്ടിയിട്ട് അസ്ഥിയെല്ലാം കത്തിച്ചു എന്നല്ല പറഞ്ഞത്, അതെല്ലാം ചേർന്ന് ഒരു സൈന്യം ഉളവായെന്ന് ബൈബിൾ പറയുന്നുവെങ്കിൽ, മരിച്ച ശരീരത്തെ ജീവനുള്ളവനാക്കി ദൈവം ഒഴിപ്പിച്ചെങ്കിൽ, ഹാർട്ട് ബീറ്റ് നിന്നും പോയി. നമുക്കൊരു ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ഇല്ല, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, അവിടെ കാഴ്ച കാണാൻ കഴിയത്തില്ല, ചെവി കേൾക്കാൻ പറ്റത്തില്ല, വാഗുണ്ട് മിണ്ടാൻ പറ്റാത്ത ഡെഡ് ബോഡിയെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ എൻ്റെ യേശു ഇന്നും പ്രവർത്തിക്കും, എൻ്റെ ദൈവം ഇന്നും പ്രവർത്തിക്കുകയാണ്. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞു. ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ സംഭവിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ വലിയ പ്രവൃത്തി. ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിലൊക്കെ കാണുന്നവർ, നിങ്ങൾക്ക് അവിടെ ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ലിങ്കിൽ കയറുക. യൂട്യൂബിൽ കാണുന്നവർക്ക് താഴെ കാണുന്ന സ്ക്രോൾ ചെയ്ത നമ്പറിലേക്ക് നിങ്ങൾ നോക്കുക, അതിലേക്ക് പ്രാർത്ഥന ലിങ്കുകൾ അയക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്ത് കഴിഞ്ഞു.
ഈ വചനങ്ങൾ മറക്കരുത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂട്ടുകാരെ ശ്രദ്ധിച്ചോണം. വിശ്വാസം പറയാത്ത കൂട്ടുകാരുടെ കൂടെ എത്ര അമ്മാച്ചൻ്റെ മോനാണെങ്കിലും മോളാണെങ്കിലും കൂടാൻ പോകരുത്. അവിടെ നിന്ന് ഓടിക്കോണം. വിശ്വാസം പറയുന്നവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തോണം. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ബലപ്പെട്ടോണം. അങ്ങനെയുള്ള വചനത്തിൽ ബലപ്പെടണം. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലേ നിങ്ങൾ പിന്മാറിപ്പോക്കവും അവിടെ കടന്നോളും. പക്ഷേ ദൈവത്തിന് മനസ്സിലായി അബ്രഹാമും സാറയും കൂടെ ഒരുമിച്ച് നടന്നാൽ അവർക്കൊരിക്കലും വാഗ്ദത്തം കിട്ടത്തില്ല. ദൈവം എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ ഇറങ്ങി വന്നു. അവരോട് ആരും പറയാനില്ലായിരുന്നു, പക്ഷെ ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് നമുക്ക് എന്തോരം പേരെ, ഇന്ന് നമുക്കൊരു സൂം പ്രയർ ഇല്ലേ, ഇത് കേൾപ്പിക്കാൻ പറയാൻ. അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോയി എന്നാ വലിയ പ്രവചനം കിട്ടിയാലും പോകരുത്. ഞാൻ അങ്ങോട്ടും കൂടെ പറയുക, നിർബന്ധിച്ചു പറയുക. ചണ്ടപ്പുറത്ത് കോലി കിട്ടുന്നിടത്തെല്ലാം പോകരുത്. വിശ്വാസം വർദ്ധിപ്പിക്കുന്നതേ കേൾക്കാവുള്ളൂ. വിശ്വാസം പറയുന്നതേ പിടിക്കാവുള്ളൂ. വളർച്ച തരുന്നതേ കേൾക്കാവുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നമ്മൾ അതിനുശേഷം വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. തയ്യാറായവരെല്ലാം സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും സൗണ്ട് ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മ്യൂട്ട് ചെയ്താട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, കർത്താവ് എന്നോട് സംസാരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ തന്നെ വരണം. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഉച്ചയ്ക്ക് പരിശുദ്ധാത്മാനോട് പറഞ്ഞ വാക്ക്, ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കും. ദൈവം തൻ്റെ ആലോചന വെളിപ്പെടും. ദൈവം ഞാൻ പറഞ്ഞില്ല, ആ സഹോദരൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളെ ഇന്നയാളുടെ ഇതാ ദൈവത്തിനെല്ലാം അറിയാം. നമ്മളോർക്കും ദൈവത്തിനൊന്നും, ദൈവത്തിനെല്ലാം അറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഈ മ്യൂട്ട് മാറ്റിയിട്ട് പറയാൻ വേണ്ടിയാണോ? മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണോ? ഓക്കെ, മ്യൂട്ട് മാറ്റിയത് പറയാനല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ പോകാം. സൗണ്ട് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു. ജോസേവിയർ മ്യൂട്ട് മാറ്റിയത് പറയാം. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. സൗണ്ട് മ്യൂട്ട് ചെയ്താട്ടെ. എല്ലാവരും പറഞ്ഞാട്ടെ.